മൊബൈൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് Realme 3 Proന്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞു, ഇപ്പോൾ Realme 5 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും എനിക്ക് ഈ ഫോൺ കിട്ടിയത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഇപ്പോഴാണ് ഞാൻ എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുന്നു വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Realme 3 Proന്റെ 4GB വേരിയൻ്റ് ആണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. റിയൽമിയുടെ മിക്ക ഫോണുകളെയും പോലെ തന്നെ ഒരു ഗ്രേ ബാക്ക്ഗ്രൗണ്ടിൽ 3 Pro എന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ലുക്കുള്ള ബോക്സാണ് നമുക്ക് Realme തന്നിരിക്കുന്നത്. റിയൽമിയുടെ തുറക്കുമ്പോൾ തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഒരു ചെറിയ ബോക്സ് നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിലാണ് പ്രൊട്ടക്റ്റീവ് കവറും നമ്മുടെ ഫോണിന് ഉള്ള പ്രൊട്ടക്റ്റീവ് കവറും അതുപോലെ തന്നെ യൂസർ മാനുവലും ഒക്കെ കമ്പനി തന്നിരിക്കുന്നത്. ഇത് കമ്പനി നമ്മുടെ ഫോണിൻ്റെ യൂസർ മാനുവലാണ്. നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ തന്നിരിക്കുന്നത് ഫോണിൻ്റെ ഒരു അടിപൊളി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറാണ്. പിന്നെ റിയൽമിയുടെ ഫോണുകളുടെ ഇതിൽ മാത്രം കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഇങ്ങനത്തെ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഈ സിം ഇജക്ടർ ടൂൾ ഇരിക്കുന്നത്. ബാക്കിയുള്ള ഫോണുകളിലൊക്കെ മിക്കതും വേറൊരു കാർഡിൻ്റെ ഉള്ളിലാണ് ഈ സിം ഇജക്ടർ ടൂൾ കാണാം. പെട്ടെന്ന് പുതിയതായിട്ട് വാങ്ങിച്ച ഒരാളാണെങ്കിൽ ഈ ഇജക്ടർ ടൂൾ കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഫോൺ എടുത്തൊന്ന് മാറ്റി വയ്ക്കാം. അത് നമുക്ക് അവസാനം നമുക്ക് റിവ്യൂ ചെയ്യാം. അതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പിന്നെ കാണുന്നത് ഒരു 5 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ചാർജറാണ്. വോക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കാണാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഡാറ്റ കേബിളാണ്. പക്ഷേ സാധാരണ ഫാസ്റ്റ് ചാർജിങ് ഡാറ്റ കേബിളിനെ അപേക്ഷിച്ച് ഇത് USB-C പോർട്ടല്ല, സാധാരണ USB യൂണിവേഴ്സൽ പോർട്ടാണ് കമ്പനി തന്നിരിക്കുന്നത്. സി പോർട്ട് തരായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ കമ്പനി തന്നിരിക്കുന്നത് USB യൂണിവേഴ്സൽ പോർട്ടാണ് കമ്പനി തന്നിരിക്കുന്നത്. നമുക്ക് അതും എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്പെക്കിലേക്ക് കിടക്കാം. നമ്മുടെ ഫോണിൻ്റെ മുകളിലത്തെ കവർ മാറ്റുമ്പോൾ കാണാം നല്ല ലുക്കുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നമ്മുടെ ഫോണിനുള്ളത്. നല്ല ഗ്ലോസി ആയിട്ടുള്ള ലുക്സാണ് നമ്മുടെ ഫോണിനുള്ളത്. ഡുവൽ കളറാണ് നമ്മുടെ ഫോൺ വരുന്നത്. അതായത് ഒരു ഡാർക്ക് ബ്ലൂ തൊട്ട് ബ്ലാക്കിലേക്ക് പോകുന്ന ഒരു കളറാണ്, ഗ്ലോസി കളറാണ് കമ്പനി തന്നിരിക്കുന്നത്. നമുക്ക് ഫോണൊന്ന് റീബൂട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഫോണൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് ആപ്പുകളൊന്നും കമ്പനി കുത്തി നിറച്ചിട്ടില്ല. റിയൽമിയുടെ കുറച്ച് ആപ്പുകളും അതുപോലെ തന്നെ ആമസോണിൻ്റെ ആപ്പ്, ഫേസ്ബുക്ക് പോലത്തെ കുറച്ച് ആവശ്യമുള്ള കുറച്ച് ആപ്പുകൾ മാത്രമാണ് കമ്പനി തന്നിരിക്കുന്നത്. അബൌട്ട് ഫോൺ എത്തുമ്പോൾ നമുക്ക് കാണാം റാം 4GB, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് പൈ വെർഷനിലാണ് ഇത് ഓടുന്നത്. കളർ OS 6 ആണ് കമ്പനി തന്നിരിക്കുന്നത്. കാണാം പൈയുടെ ചിഹ്നം കാണാം. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ ഒന്ന് നോക്കി നോക്കാം. നല്ല കമ്പനിയോട് തന്നിരിക്കുന്നത് 16 MP മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 5 MP ഡെപ്ത് ക്യാമറയാണ് കമ്പനിയോട് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 25 MP ഒരു അടിപൊളി ക്യാമറ തന്നെയാണ് ഫ്രണ്ട് ക്യാമറയായിട്ട് കമ്പനി തന്നിരിക്കുന്നത്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ്ങിൻ്റെ എബിലിറ്റി നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു 0.3 സെക്കൻഡിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് മാത്രമാണ് നമുക്ക് ഫോണിൽ സ്കാനിങ്ങിന് വരുന്നത്. അതിപ്പോൾ ഒരു സാധാരണ ഒരു 15,000 രൂപ റേഞ്ച് വരുന്ന എല്ലാ ഫോണുകൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണുള്ളത്. പറയേണ്ടത് നമുക്ക് കിട്ടിയിരിക്കുന്ന സിം കാർഡ് ട്രൈ ആണ്. സിം കാർഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു SD കാർഡും അതുപോലെ തന്നെ 2 സിം കാർഡ് നമുക്ക് സൈമിൾട്ടേനിയസ്ലി യൂസ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് കമ്പനി തന്നിരിക്കുന്നത് പ്രൊട്ടക്റ്റീവ് കവറാണ്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറാണ് കമ്പനി തന്നിരിക്കുന്നത്.
ട്രാൻസ്പെറൻറ്റ് പ്രൊട്ടക്റ്റീവ് കവറിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൻ്റെ തനതായ ഭംഗി അത് നഷ്ടപ്പെടുത്തില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് അത് ഫോണായിട്ട് ഫിറ്റ് ചെയ്യിക്കാൻ, കാരണം അത്രയും ടൈറ്റാണ് തന്നിരിക്കുന്ന പ്രൊട്ടക്റ്റീവ് കാർഡ്. ഇപ്പോൾ കാണാം, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഫോണിലേക്ക് പ്രൊട്ടക്റ്റീവ് കവർ കയറ്റുന്നത്. ഇപ്പോൾ നമ്മൾ സെറ്റായി കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിനെ തന്നിരിക്കുന്നത്. പിന്നെ അടിയിലത്തെ ചാർജിങ് സ്ലോട്ടിലേക്ക് വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഒരു ഇത് തന്നിട്ടുണ്ട്. ഇത് എപ്പോഴും നമുക്ക് നല്ല യൂസ്ഫുൾ ആവില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാനൊക്കെ വരുമ്പോൾ ഇത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും നല്ലൊരു പ്രൊട്ടക്റ്റീവ് കവർ തന്നെയാണ് കമ്പനി നമുക്ക് Realme 3യുടെ ഒപ്പം തന്നിരിക്കുന്നത്. 15,000 രൂപയുടെ റേഞ്ചിൽ വെച്ചിട്ട് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഫോൺ തന്നെയാണ് Realme 3 Pro. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇപ്പോൾ Realme 5 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വില കുറയുമെന്ന് വിചാരിക്കുന്നു. ഒരു 11,000-12,000 റേഞ്ചിലേക്ക് എത്തുമായിരിക്കും. പക്ഷെ അതുവരെ ഇപ്പോൾ നമ്മൾ 15,000 രൂപ റേഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഫോൺ തന്നെയാണ് Realme 3 Pro. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു കാര്യമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.